ദായികളെന്നും സൂപ്പർ സെൽഫികളെന്നും പറയുന്ന ആളുകൾ പോലും അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നു എന്ന് ഉത്തമ ബോധ്യമുള്ള ആളുകളുടെ പിന്നിൽ പോയി നമസ്കാരത്തിൽ പങ്കെടുക്കുന്നു. ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് അതിന്റേതായ ചില ന്യായീകരണങ്ങളുണ്ട്, അവർക്ക് ചില ഉദുറുണ്ട്. അവരങ്ങനെ മുശ്രിക് എന്ന് പറയാൻ പറ്റൂല, മുശ്രിക് എന്ന് വിളിക്കാൻ പറ്റൂല, പക്ഷെ ശിർക്കുള്ളവൻ എന്ന് വിളിക്കാം. രണ്ടും തന്നെയല്ലേ, ഒന്ന് അറബി ഒന്ന് മലയാളം. ശിർക്ക് ചെയ്യുന്നവൻ അതിന്റെ അറബിയാണ് മുശ്രിക്. അപ്പൊ മുശ്രിക് എന്ന് വിളിക്കാൻ പറ്റൂല, ശിർക്ക് ചെയ്യുന്നവൻ എന്ന് പറയാം, അല്ലെങ്കിൽ അയാളിൽ ശിർക്കുണ്ട് അതൊക്കെ ശിർക്കാണ് എന്ന് പറയാം. ഇങ്ങനെ ന്യായം പറഞ്ഞ് രക്ഷപ്പെടുകയാണ് ഷെയ്ഖ് ഫൗസാൻ. അദ്ദേഹത്തോടൊരു ചോദ്യം, ശിർക്ക് ചെയ്യുക എന്നത് ബോധ്യപ്പെട്ട ഒരാളെ മുശ്രിക് എന്ന് പറയാൻ അത് പണ്ഡിതന്മാർക്ക് മാത്രം അവകാശപ്പെട്ടതാണോ, അതല്ല സാധാരണക്കാരായ ആളുകൾക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? ഇത് അദ്ദേഹത്തിന്റെ വോയിസ് ആണ്, യൂട്യൂബ് തെരഞ്ഞാൽ കിട്ടും. അതിന് അദ്ദേഹത്തിന്റെ മറുപടി, മൻ അൽഹറ ശിർക ബി അന്നഹു മുശ്രികുൻ. ഒരാൾ ശിർക്ക് പ്രകടിപ്പിച്ചാൽ, ശിർക്ക് ചെയ്തുകൊണ്ട് ശിർക്ക് പ്രകടിപ്പിക്കുകയാണെങ്കിൽ, ഏതുപോലെ മൻ ദഅ ഗൈറല്ലാഹ്, അള്ളാഹു അല്ലാത്ത ആളോട് ദുആ ചെയ്തു, ബദരീങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞു, ജീലാനിയെ കാക്കണേ എന്ന് പറഞ്ഞു, മടവൂരെ കാക്കണേ എന്ന് പറഞ്ഞു, ഉദാഹരണത്തിന്, ഔ ദബഹ ഗൈറല്ലാഹ്, അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് വേണ്ടി അറുത്തു, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി നേർച്ചയാക്കി, ഫഹാദാ മുശ്രികുൻ, അവൻ മുശ്രിക്കാണ്. ഇൻദൽ അവാമി, സാധാരണക്കാരായ മനുഷ്യന്മാരുടെ അടുക്കലും, വഇൻദൽ ഉലമായി, പണ്ഡിതന്മാരുടെ അടുക്കലും. പണ്ഡിതന്മാർക്ക് മാത്രല്ല, ഇത് കുഫറാണ് ശിർക്കാണ് എന്ന് തിരിയുന്ന സാധാരണക്കാരന്റെ അടുക്കലും ഇപ്പണി ചെയ്യുന്നവൻ മുശ്രിക് തന്നെ. എന്നൊരു ഉദാഹരണം പറയാണ്. ഏതുപോലെ, യാ അലി എന്നാരാ വിളിക്കുന്നത്? അലി റബ്ബാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്, അതല്ലാതെ അലിയോട് ദുആ ചെയ്യുന്നവരുണ്ട് ഷിയാക്കളുടെ കൂട്ടത്തിൽ. അപ്പൊ യാ അലി, അലിയെ കാക്കണേ എന്ന് പറഞ്ഞാൽ, യാ ഹുസൈൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുയെ കാക്കണേ എന്ന് പറഞ്ഞാൽ, ആദാ മുശ്രിക്കുൻ, ഓ മുശ്രിക്കാൻ. കുല്ലുൻ യഅരിഫു അന്നഹു മുശ്രിക്കുൻ, എല്ലാവർക്കും തിരിയുവ മുശ്രിക്കാണെന്നുള്ളത്. അതിന് പണ്ഡിത സഭ കൂടേണ്ട കാര്യമല്ല, ഉലമാക്കൾക്ക് തിരിയുള്ളൂ എന്ന് പറയേണ്ട കാര്യമല്ല, എല്ലാവർക്കും ഇതും അറിയാം. പക്ഷെ എന്തു വേണം? അയാളിൽ ഈ വിശ്വാസമുണ്ട്, പ്രവർത്തനമുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടണം. അയാൾ അത് പച്ചയായി ചെയ്യണം. അങ്ങനെ നമുക്ക് അറിയുമെങ്കിൽ, ബോധ്യമുണ്ടെങ്കിൽ അയാൾ മുശ്രിക്കാണ്, ഒട്ടും സംശയിക്കേണ്ടതില്ല. ഇത് പണ്ഡിതന്മാർക്ക് മാത്രം ബാധകമല്ല, സാധാരണക്കാർക്കും തിരിയും. ആർക്കാ തിരിയാതൊക്കെയാണ് ഷെയ്ഖ് ഫൗസാൻ ചോദിക്കുന്നത്.